ഹലോ. അങ്ങനെ പാട്രിയറ്റ് കണ്ടു. എനിക്ക് പേഴ്സണലി ഈ പടം അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. എനിക്ക് എമ്പുരാൻ എമ്പുരാൻ സിനിമയല്ലേ മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമയല്ല. പലർക്കും പല രീതിയിലായിരിക്കും. പടത്തിന് മേക്കിങ്ങിനെയോ ഒന്നിനെയെല്ലാം കുറ്റം പറയുന്നത്. എനിക്ക് ആ പടത്തിൻ്റെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ, അതായത് പടത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്ന രീതി എനിക്കത് ഒരു രീതിയിലും ഇഷ്ടപ്പെട്ടില്ല. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സ്റ്റോറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചിന്തിക്കുന്ന രീതി എങ്ങനെ ആയിരിക്കും. ഇപ്പം പ്രേക്ഷകൻ്റെ മുമ്പിൽ എൻ്റെ സ്റ്റോറി ഞാൻ ഒരാൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, ആ സ്റ്റോറി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി പറയുന്നതും അല്ലെങ്കിൽ അത് എത്ര സിമ്പിളാക്കി അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്ര അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ഈ എമ്പുരാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, പടത്തിൻ്റെ കഥ ഒരു ഓപ്ഷൻ അടിപൊളി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ എമ്പുരാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പടത്തിൻ്റെ ആ ഒരു കഥേനെ ഇല്ലേ പൃഥ്വിരാജ് പറഞ്ഞു തരുന്ന രീതി എന്ന് പറയുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അതായത് നമ്മൾ ഇരുന്ന് നമുക്ക് പ്രാന്ത് പിടിക്കും. ആ ഒരു രീതിയിലാണ് എമ്പുരാൻ്റെ കഥ പറഞ്ഞു പോയേക്കുന്നത്. ആ സെയിം സംഭവമാണ് എനിക്ക് ഇപ്പം പാട്രിയറ്റിനകത്ത് തോന്നി. പാട്രിയറ്റിൻ്റെ മേക്കിംഗ് ആവട്ടെ, മേക്കിങ്ങൊക്കെ അടിപൊളി അത് കിഡിലെ മേക്കിങ്ങാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ ആവട്ടെ, എല്ലാവരുടെയും A to Z ആൾക്കാരുടെ, മമ്മൂട്ടി ആവട്ടെ മോഹൻലാൽ ആവട്ടെ, എല്ലാവരുടെ അഭിനയം സൂപ്പറാണ്. എല്ലാവരുടെ അഭിനയം പൊളിയാണ്. പക്ഷേ എനിക്ക് പടത്തിന് ആകെ തോന്നിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടത്തിൻ്റെ കഥ, അതായത് നമ്മുടെ അടുത്ത് ഇവർ ഈ കഥ പറയുന്ന രീതി ഭയങ്കര വീക്കായിട്ട് തോന്നി. അതായത് എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർ കഥ പറഞ്ഞു പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു മിഡിൽ ഏജ് മാൻ കിട്ടോ, ഇപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇച്ചിരി കുറച്ച് മുമ്പോട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ കഥ, എനിക്ക് തന്നെ ഇച്ചിരി ഭ്രാന്ത് പിടിച്ചായിരുന്നു കണ്ടപ്പം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇവർ ഈ കഥ പറഞ്ഞു പോകുന്നത്. അതാണ് മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് അല്ലാതെ ഈ പടത്തിൽ നിന്ന് എത്തിയും പറഞ്ഞാൽ കുറ്റം പറയാനായിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും രണ്ടുപേരെയും പടത്തിനകത്ത് പോർട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന രീതി ഭയങ്കര രസമായിട്ട്. അത് രണ്ടുപേരെയും ഈ സിനിമയ്ക്ക് അത് കാണിക്കുന്ന രീതി അടിപൊളിയാണ്. ഞാൻ സത്യം പറഞ്ഞ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി മോഹൻലാലിനെയൊക്കെ ഒരുമാതിരി അലമ്പാക്കി ഒരു രസമില്ലാതെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് നേരെ മറിച്ചായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അത്രയും മോഹൻലാൽ കുറച്ച് നേരമേ ഉള്ളൂ. കുറച്ച് നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ടേ മോഹൻലാലുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും മോഹൻലാലിനെ കാണിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസിന് തിയേറ്ററിൽ ഇരുന്ന് അറമാദിക്കാനുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഒരു കിഡിലം ഒരു ഫൈറ്റ് ഉണ്ട് ഇതിനകത്ത്. കൂടുതൽ സ്പോയിലർ ചെയ്യാൻ പറയുന്നില്ല. കിഡിലം അടിപൊളി ഒരു ഫൈറ്റ് ഉണ്ട് മോഹൻലാലിൻ്റെ. പിന്നെ അതും എനിക്ക് മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂട്ടിയുടെ ഇരുന്ന് കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഭയങ്കര രസമാണ്, ഭയങ്കര അടിപൊളിയായിട്ടാണ് കാണിക്കുന്നത്. തുടക്കം തൊട്ട് മമ്മൂട്ടിയുടെയാണ് ഫസ്റ്റ് ഒരു ഫൈറ്റ് വരും. ആ ഫൈറ്റ് ഞാൻ ഇങ്ങനെ ഇരുന്നാ കണ്ടത്. അത്രയും ഭയങ്കര രസമായിട്ടാണ് കാണിച്ചേക്കുന്നത്. ആ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് അതിനകത്ത് ഈ ഹൈ മൊമെൻറ്റ്സ് ഒന്നും കൂടുതലില്ല. അതായത് നമ്മൾ തിയേറ്ററിൽ ഇരുന്നിങ്ങനെ രോമാഞ്ചം കൊള്ളുക പറയത്തില്ല, അതുപോലുള്ള സാധനങ്ങളൊക്കെ തീരെ കുറവാണ്. അത് ഈ കഥ പറഞ്ഞു പോകുന്ന രീതിയുടെ പ്രശ്നമാണ് അത്. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊന്നും എനിക്ക് ഈ ഫസ്റ്റ് ഹാഫ് തീരാറാകുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ട്. എനിക്ക് ആ ഫൈറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ്, അല്ലെങ്കിൽ ആ ഫൈറ്റിലോട്ട് എത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതത്ര എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് എൻ്റെ അടുത്തിരുന്നൊരു മാൻ പറഞ്ഞു കിടിലാണ്, മാങ്ങയാണ്, തേങ്ങയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ എന്നുവെച്ചാൽ ആ ഫൈറ്റിലോട്ട് എത്തുന്ന രീതി ഇഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ അത് എത്തുന്നതിന് കുറച്ച് മുന്നേ വരാം. ഇപ്പം ഞാൻ സ്പോയിലർ ഇല്ലാതെ പറഞ്ഞുതരാം. ഒരു എയർപോർട്ടിലോട്ട് മമ്മൂട്ടി പോകും. പിന്നെ അവിടെ നിന്ന് കുറച്ച് സംഭവം നടക്കും. ആ എയർപോർട്ടിൽ മമ്മൂട്ടിനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ആ സീൻ വരെയൊക്കെ അടിപൊളിയാണ്. പക്ഷേ ആ ഫൈറ്റിലോട്ട് എത്തുന്ന രീതിയും അതെനിക്ക് അത്ര അങ്ങോട്ട് കണക്റ്റ് ആവില്ല. അതായത് ഞാനിരുന്നാലും ഇതെന്തൊരു ഫൈറ്റായ എന്നുള്ള രീതി ചിന്തിക്കുക. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾക്കിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം മോഹൻലാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വെറുത്തായത് സെക്കൻഡ് ഹാഫ് ആണ്. കുറേ പേര് സെക്കൻഡ് ഹാഫിലെ മേക്കിംഗ് കൊള്ളത്തില്ല, അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സാധനങ്ങളുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വന്നതിന് ശേഷം കുറച്ച് ഐറ്റംസ് ഉണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടിയും മോഹൻലാലും കൂടെ ഒരുമിച്ച് ഒരു കാർ ചേസ് സീനൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് അപ്പം കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. കാറിൻ്റെ അകത്ത് വെച്ച് ആ 3 പേര് എൻ്റെ കാറിൻ്റെ അകത്താണ് 3 പേരെ കാണിക്കുന്നതും. പിന്നെ അവിടെ വെച്ച് കുറച്ച് സാധനങ്ങളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി എടുത്ത് പറഞ്ഞാൽ പറ്റത്തുള്ളൂ കേട്ടോ. കിട്ടില്ലോ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഒന്ന് കൂടുതൽ സ്പോയിലറൊന്നും പറയുന്നില്ല, കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അടിപൊളി പടമാണ്. പിന്നെ ആകെയുള്ളൊരു ഞാൻ പ്രശ്നം പറഞ്ഞില്ലേ, ഈ സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കിപ്പം ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞു, നിങ്ങളുടെ ആരെങ്കിലും ചോദിക്കുക, ഇത് പടത്തിൻ്റെ ഒരു
കഥ ഇപ്പം ആർക്കെങ്കിലും നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അതാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നം. അതായത് പടത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു തരാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു 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 സാധനം ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അത് എത്ര രസമായിട്ട് അല്ലെങ്കിൽ എത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതിൽ അതും ഒരു മുഖ്യ ഘടകമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അത് മാത്രമേ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുള്ളൂ. അല്ലാത്ത പക്ഷം പടത്തിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, പാട്ടുകളൊന്നും അധികം ഇല്ല, എൻ്റെ ഓർമ്മയിൽ അധികമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ പാട്ട് അധികം ശ്രദ്ധിക്കുന്ന ഒരു ടൈപ്പല്ല. പാട്ടുകളായിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ബാക്കി എല്ലാ രീതിയിലും മികച്ചിരിക്കുന്ന സിനിമ. എനിക്ക് അതിലൊന്നും ഒരു കുറ്റവും പറയാനില്ല. അടിപൊളി പടമാണ്, കണ്ടുപോവുക. ഞാൻ എന്തായാലും ഹാപ്പിയാണ്. മമ്മൂട്ടിനെയും മോഹൻലാലിനെയും എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്ക്രീനിൽ ഒരുമിച്ച് കാണുന്നത് തിയേറ്ററിൽ. അതുകൊണ്ട് എന്തായാലും ഹാപ്പിയാണ്. പിന്നെ മോഹൻലാലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കാണാത്തൊരു കണ്ടുപോവുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതുപോലെ വേറൊരു വീഡിയോയ്ക്ക് അത് വീണ്ടും കാണാം.